സ്വർണം ആഗോള വിപണിയെ തന്നെ മോഹിപ്പിച്ചു മുകളിലേക്കാണ്. എവിടെ വരെ ചെന്ന് നിൽക്കും എന്നതാണ് എല്ലാവരുടെയും സംശയം. എന്തുകൊണ്ടാണ് ഇത്ര, അതായത് 80,000, ഒരു പവന് 80,000 രൂപയിൽ എത്തി നിൽക്കുന്നു? പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ ഓർത്തു നോക്കുന്നത്, ഞാൻ സർവീസിൽ കയറിയ സമയത്ത് ഒരു പവൻ സ്വർണത്തിന്റെ വിലയാണ്. നിങ്ങൾ കേട്ടാൽ അന്തം വിടും കേട്ടോ. 60 രൂപ ഒരു പവൻ സ്വർണത്തിന്റെ വില. അത് 1972 കേട്ടോ. അന്ന് എൻ്റെ ശമ്പളം എത്രയാണെന്നറിയണ്ടേ? 327 രൂപ. പക്ഷെ 327 രൂപ കൊടുത്താൽ എനിക്ക് 5.5 പവൻ സ്വർണം കിട്ടുമായിരുന്നു. അതൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ 60 രൂപ ഒരു പവന് വിലയിരുന്ന ആ സ്വർണമാണ് ഇപ്പോൾ 80,000 രൂപയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്താണ് സ്വർണത്തിന്റെ വില ഇത്രയധികം വർദ്ധിക്കാൻ കാരണം? ഞാൻ തന്നെ ഇതിനു മുൻപൊരു വീഡിയോയിൽ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ട്രംപ് ഭരണത്തിൽ വന്ന നാൾ മുതൽ വ്യാപാര യുദ്ധത്തിന്റെ തുടക്കമായി. ആഗോള വ്യാപാര യുദ്ധത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ അത് ഒരു ലോകമഹായുദ്ധം പോലെ തന്നെ ഒരു യുദ്ധമാണ്. കാരണം എല്ലാ രാഷ്ട്രങ്ങളെയും അവരുടെ GDP വളർച്ചയെയും അവരുടെ ജീവിത നിലവാരത്തെയും, അതായത് ജീവിത നിലവാരത്തെ എങ്ങനെയാണ്, GDP വളർച്ച എങ്ങനെയാണ് ഈ ആഗോള വ്യാപാര യുദ്ധം തടസ്സപ്പെടുത്തുന്നത്? അതായത് ഈ ആഗോള വ്യാപാര യുദ്ധത്തിലെ താരിഫുകൾ കൂട്ടിയും കുറച്ചും അമേരിക്ക കളിക്കുമ്പോൾ മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെയും വ്യാപാരത്തെ അത് ബാധിക്കും. അത് ബാധിക്കുന്നത് പോസിറ്റീവായിട്ടായിരിക്കില്ല, മിക്കവാറും നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുക. എന്ന് വെച്ചാൽ അവരുടെ ഓരോ രാജ്യത്തിൻ്റെയും എക്സ്പോർട്സ് കുറയും. അങ്ങനെ എക്സ്പോർട്സ് കുറയുമ്പോഴേക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടും. തൊഴിൽ നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ഉൽപാദനം കുറയുക എന്ന് വെച്ചാൽ വരുമാനം കുറയുക. തൊഴിൽ ഇവ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് GDPയുടെ വളർച്ച കുറയുന്നു. മറ്റെല്ലാ തരത്തിലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട GDP കുറഞ്ഞാൽ, വരുമാനം കുറഞ്ഞാൽ ഒരു സമൂഹത്തിന് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അപ്പോൾ ഈ ട്രംപിന്റെ ചില മുദ്രാവാക്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ തന്നെ ആഗോള വ്യാപകമായ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് എന്ന ഒരു ധാരണയുണ്ടായിരുന്നു. അത് തുടർച്ചയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ആ വ്യാപാര യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതായിട്ട് തോന്നി. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ് എലൺ മസ്ക് താൻ മണ്ടനായിപ്പോയി, ട്രംപിന്റെ കൂടെ നിന്നതുകൊണ്ട് എന്ന് കരുതി ട്രംപിൽ നിന്ന് വേറിട്ട് പോകുന്നു. പക്ഷെ ട്രംപ് ഒട്ടും തന്നെ കാത്തു നിൽക്കാതെ വ്യാപാര യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പം ഈ വ്യാപാര യുദ്ധവുമായിട്ട് ട്രംപ് പോകുമ്പോൾ എന്താണ് ഈ സ്വർണത്തിന് സംഭവിക്കുന്നത്? സാധാരണ രീതിയിൽ ട്രംപ് ഭരണത്തിൽ വന്നില്ല എന്ന് വെച്ചോളൂ. സാധാരണ രീതിയിൽ ഈ ആഗോള തലത്തിൽ ഏത് വ്യക്തിക്കാണെങ്കിലും ഏത് രാജ്യത്തിനാണെങ്കിലും അവരുടെ സേവിങ്സ്, അതായത് അവരുടെ ഏറ്റവും നല്ല സുരക്ഷിതമായ സേവിങ്സ്, അതായത് സുരക്ഷിതമായി സ്വത്ത് സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗം, ഏറ്റവും നല്ല സുരക്ഷിതമായ മാർഗം എന്ന് വെച്ചാൽ ആ സമ്പാദിക്കുന്നതിൻ്റെ മൂല്യം താഴേക്ക് പോകരുത്. മുകളിലേക്ക് പോകുന്നത് എല്ലാവർക്കും സന്തോഷമാണ്, പക്ഷെ മൂല്യം താഴോട്ട് പോകരുത്. അങ്ങനെ മൂല്യം താഴോട്ട് പോകാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് ലോകത്ത് ഇതുവരെ കണ്ടെത്തപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാവരും വിശ്വസിക്കുന്ന, എല്ലാവരും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്വർണം എന്ന് പറയുന്നത്. അതുപോലെ വേറെ ചിലതുണ്ട്. ഏതൊക്കെയാണ്? അമേരിക്കൻ ഡോളർ. എല്ലാ കാലത്തും അമേരിക്കൻ ഡോളർ അതിൻ്റെ വലിയ മൂല്യം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അത് അമേരിക്കൻ GDPയും മറ്റതുപോലുള്ള ഒരുപാട് അനുകൂല ഘടകങ്ങളും ഉള്ളത് കൊണ്ടാണ്. ഇനി രണ്ടാമതൊരു ഓപ്ഷൻ ഏതാണ്? രണ്ടാമതൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഓഹരി വിപണിയാണ്. അപ്പോൾ നമുക്ക് മിച്ചമുണ്ടെങ്കിൽ ആ മിച്ചം നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും വർധനവിന് സാധ്യതയുള്ള മേഖലയിൽ ആ മിച്ചം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, നിക്ഷേപിക്കണം. അതായത് ഏറ്റവും വളർച്ചാ സാധ്യതയുള്ള നിക്ഷേപം ഏതാണ്? ബാങ്കിൽ ഇടുന്നതാണോ, അതോ ഡോളറിൽ സൂക്ഷിക്കുന്നതാണോ, അതോ ഓഹരി വിപണിയിൽ സൂക്ഷിക്കുന്നതാണോ, അതോ സ്വർണത്തിൽ സൂക്ഷിക്കുന്നതാണോ? ആ കാൽക്കുലേഷനിൽ നിന്ന് ലോക ജനത കണ്ടെത്തിയതാണ് ഒരിക്കലും വില താഴോട്ട് പോകാത്ത ഒന്നേ ഒന്ന് സ്വർണമാണെന്ന്.
അമേരിക്കൻ ഡോളറിന് മാറ്റങ്ങൾ, ചാഞ്ചാട്ടം ഉണ്ടാകാം. എപ്പോഴാണ്? ഇപ്പോൾ ട്രംപിനെ പോലെയുള്ളവർ ഭരിക്കുമ്പോൾ അവര് അൺസർട്ടനിറ്റി, ലോക വിപണിയിലാകെ അൺസർട്ടനിറ്റി വിതയ്ക്കും. അങ്ങനെ വിതയ്ക്കുമ്പോൾ അവരുടെ കറൻസിയിലും ചാഞ്ചാട്ടം ഉണ്ടാകാം. അതുപോലെ തന്നെ അവരുടെ കറൻസിയിൽ ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഓഹരി വിപണിയിൽ അതിനേക്കാൾ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഈ എല്ലാ കറൻസിയിലും ചാഞ്ചാട്ടം, ഓഹരി വിപണിയിലും ചാഞ്ചാട്ടം. അപ്പോൾ ചാഞ്ചാട്ടം ഇല്ലാത്ത ഒരേ ഒരു നിക്ഷേപ സാധ്യത എന്ന് പറയുന്നത് സ്വർണമാണ്. സ്വർണത്തിൽ നിക്ഷേപിച്ചാൽ അത് ചാഞ്ചാട്ടം നടത്തുകയില്ല, മുകളിലോട്ട് പോകും. പക്ഷെ മുകളിലോട്ട് പോയി 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 അങ്ങ് ആകാശം മുട്ടും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ തന്നെ 80,000 എത്തിയിരിക്കുന്നു. അതായത് ട്രംപ് ഭരണത്തിൽ വന്ന് വ്യാപാര യുദ്ധം തുടങ്ങിയ നാളുകളിൽ തന്നെ ഒരുപാട് ഈ സ്വർണ വിപണിയെ പറ്റി, സ്വർണത്തിന്റെ പ്രകൃതിയെ പറ്റി ഒക്കെ അറിയാവുന്ന ഒരുപാട് വിദഗ്ധർ പറഞ്ഞിരുന്നു ഈ വില, അതായത് നമ്മൾ 49,000 ആ റേഞ്ചിൽ നിന്നാണ് ഇങ്ങനെ കയറി കയറി ഈ 80,000, എനിക്ക് തോന്നുന്നു 40,000 തൊട്ട് മുകളിലായിരുന്നു ട്രംപ് ഭരണത്തിൽ വരുമ്പോൾ. അവിടെ നിന്നാണ് നമ്മൾ ഈ 80,000 വരെ വന്നത്. അപ്പോൾ തന്നെ വിദഗ്ധർ പറഞ്ഞിരുന്നു ഒരു പക്ഷേ ഇത് 80,000 എത്താൻ സാധ്യതയുണ്ട്. ഒരു പവൻ സ്വർണത്തിന്റെ വില, അതായത് തനി തങ്കം 31.1 ഒരു ട്രോയ് സ്വർണം എന്ന് പറയുന്നത്, അതിന്റെ വില തന്നെ കുതിച്ചുയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് വിശാരദർ പറഞ്ഞത് 80,000 എത്താൻ സാധ്യതയുണ്ട് എന്ന്. അതാണിപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത്. 80,000 എത്തിയിരിക്കുന്നു. ഇനിയും മുകളിലോട്ട് പോവുകയില്ല എന്ന് നമുക്ക് തീർത്തു പറയാൻ വയ്യ. പക്ഷേ ഒരു കാര്യമുണ്ട്, ട്രംപിന്റെ എടുത്തുചാട്ടത്തിനും ആ വ്യാപാര യുദ്ധത്തിനും ഒരു ചെറിയ പരിധി വന്നിരിക്കുന്നു. എങ്ങനെയാണ് പരിധി വന്നത് എന്നല്ലേ, അദ്ദേഹം ഒട്ടും സന്തുഷ്ടനല്ല. പക്ഷേ അദ്ദേഹത്തിന് റിയാക്ട് ചെയ്യാൻ പറ്റുന്നതിന് ചില പരിധികൾ നിശ്ചയിക്കപ്പെട്ടു. എങ്ങനെ പരിധികൾ നിശ്ചയിക്കപ്പെട്ടു? അതായത് ഇന്ത്യ, ചൈന, റഷ്യ, ഈ 3 രാജ്യങ്ങളും ചേർന്നുള്ള ആ ഒരു പരിണയം, ഇവ കൈകോർക്കുന്നത് കണ്ടപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് കാലുഷ്യം വന്നു. ആ കാലുഷ്യത്തോടൊപ്പം ഞാൻ ഇങ്ങനെ ചാടിയാൽ അത് അത്ര ശരിയാവില്ല, നേരായ ചാട്ടമല്ല എന്ന് ട്രംപിന് മനസ്സിലാകുന്ന തരത്തിലായിരുന്നു ഈ 3 രാജ്യങ്ങൾ തമ്മിലുള്ള കൈപിടുത്തം. അതുപോലെ തന്നെ ഇന്ത്യയെ വിട്ടുകളയാൻ ഒക്കില്ല അമേരിക്കയ്ക്ക് അമേരിക്ക വിട്ടുകളഞ്ഞാൽ പോലും ഇന്ത്യക്കാണ് ഒട്ടും വിട്ടുകളയാൻ പാടില്ലാത്തത് എന്ന് ഞാൻ പറയുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1945 ബംഗാൾ ക്ഷാമം ഓർക്കുന്നുണ്ടോ? 35 ലക്ഷം മനുഷ്യരാണ് ബംഗാളിൽ മാത്രം ബംഗാൾ ക്ഷാമത്തിന്റെ സമയത്തും ചത്തൊടുങ്ങിയത്. അന്നൊക്കെ അതിൽ നിർത്തിയത്, 35 ലക്ഷത്തിന്റെ മരണത്തിൽ നിർത്തിയത് അമേരിക്കയിൽ നിന്നുള്ള PL 480, പബ്ലിക് ലോ 480 അനുസരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന ഭക്ഷ്യധാന്യങ്ങൾ, ഒരു വശത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ, അതുപോലെ ചെറുപയർ പോലെയുള്ള മറ്റു ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം മെയ്സ്, ഇതൊക്കെ ചേർന്നാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. ഇന്ത്യ എല്ലാ കാലത്തും ഇന്ത്യയെ അങ്ങനെ സഹായം ചെയ്തിരുന്നു. അങ്ങനെയുള്ള അമേരിക്കയെ നമുക്കും വിട്ടുകളയാൻ പറ്റില്ല. വിട്ടുകളയുന്നത് നന്ദികേടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇന്ത്യ അവരോട് കൈ ചേർക്കുന്ന, അതായത് ചൈനയോടും റഷ്യയോടും കൂടുതലായിട്ട് അടുക്കുന്നത് അമേരിക്കയ്ക്ക് സഹിക്കാവുന്നതായിരുന്നില്ല. എങ്കിൽ പോലും അതിനോടുള്ള വിയോജിപ്പിനേക്കാൾ ഉപരി ഈ യോജിപ്പ്, അതായത് ഈ 3 രാജ്യങ്ങൾ തമ്മിലുള്ള യോജിപ്പ്, അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് UK-യുമായിട്ടുണ്ടായ ഒരു ട്രേഡ് കരാറ്, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഒരു ട്രേഡ് കരാറിന്റെ സംഭാഷണം, ഇതെല്ലാം ഇങ്ങനെയുള്ള എല്ലാത്തരം ട്രേഡ് കരാറുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളൊക്കെ അമേരിക്കയെ വീണ്ടും വീണ്ടും ചിന്തിപ്പിച്ചു. കൈവിരൽ ചൂണ്ടുന്നത് ഇന്ത്യക്ക് നേരെയാണെങ്കിലും ഇത്തരത്തിലുള്ള ചിന്ത എല്ലാം അവരെ വളരെ വസ്തുനിഷ്ഠമായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ആ ചിന്തയുടെ ഫലമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് തന്നെ കുറച്ചും കൂടി സ്നേഹഭാവത്തോടെ ഇന്ത്യയെ വീക്ഷിക്കുന്നതും നമുക്ക് ചർച്ചയാകാം എന്ന രീതിയിലേക്ക് പതുക്കെ വരുന്നതും. അപ്പൊ നരേന്ദ്രമോദി ആണെങ്കിലോ ഇവിടെ നമ്മൾ കണ്ടു ട്രംപിന്റെ 50% ചുങ്കത്തെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി GST പരിഷ്കരണം കൊണ്ടുവന്നു. അത് വലിയ ഒരു മെഷറായിരുന്നു. തീർച്ചയായിട്ടും അത് ട്രംപ് ശ്രദ്ധിച്ചിട്ടുണ്ടാകണം. ട്രംപിന്റെ വിദഗ്ധർ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കാണും. അപ്പോ 2 ഭാഗത്തു നിന്നും അറിഞ്ഞും അറിയാതെയും ചില നടപടികളൊക്കെ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇതുപോലെ തന്നെയാണ് ലോകക്രമത്തിൽ ട്രംപ് വിതച്ച ആ കൊടുങ്കാറ്റ്, വ്യാപാര യുദ്ധം എന്ന കൊടുങ്കാറ്റ്,
അതിനെ എത്രയും വേഗം തണുപ്പിച്ചു കൊണ്ടുവന്നാൽ നോർമൽസിയിലേക്ക് ലോക സമ്പദ്ഘടനയെ കൊണ്ടുവന്നാൽ, വ്യാപാര ഘടനയെ കൊണ്ടുവന്നാൽ മാത്രമേ രാജ്യങ്ങളുടെ സുഗമ വ്യാപാര ബന്ധം തുടരുകയുള്ളൂ എന്നെല്ലാവർക്കും അറിയാം. അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 മരാക്കേഷിൽ വെച്ച് ഒപ്പിടപ്പെട്ട വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന, ആ സംഘടനയുടെ തത്വങ്ങളെ ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഒട്ടുമിക്ക രാജ്യങ്ങളും അവരുടെ കച്ചവട താല്പര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിലെ തന്നെ ഏറ്റവും വലിയ തെറ്റായ പോക്കാണ് ഇപ്പോൾ അമേരിക്കയും അതിനെതിരായിട്ട് മറ്റു രാജ്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു WTOയുടെ ഒക്കെ വിദഗ്ധരെ ഇതിനെതിരായിട്ടൊക്കെ സംസാരിക്കുകയും എല്ലാ തരത്തിലുള്ള ഒരു അനുരഞ്ജനം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി അവർ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ എല്ലാ പരിശ്രമങ്ങളും കൂടി ചേർന്ന് എല്ലാവരും മനസ്സിലാക്കണം, എല്ലാ രാജ്യങ്ങളുടെയും യോജിച്ചുള്ള മുന്നോട്ട് പോകുന്നത് നല്ലത് ഒരു സമവായത്തിൽ എത്തുന്നതാണ്. അങ്ങനെ ഒരു സമവായത്തിൽ എത്തും അധികം താമസിയാതെ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് അങ്ങനെ ഒരു വ്യാപാര സമവായത്തിൽ രാജ്യങ്ങൾ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരുമ്പോഴേക്കും സ്വർണത്തിന്റെ വില പതുക്കെ താഴോട്ട് വരും. താഴോട്ട് വന്ന് ഒരു 50,000-ലൊക്കെ സെറ്റിൽ ചെയ്യും എന്ന് വേണം തൽക്കാലം നമുക്ക് വിചാരിക്കാൻ. അതിന്റെ താഴേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ ഈ 80,000-ൽ നിന്ന് ഇപ്പോൾ കുറച്ചു മുകളിലേക്ക് പോയേക്കാം ഇനിയും, പക്ഷെ താഴേക്ക് വരും. താഴേക്ക് വന്ന് ട്രംപിന്റെ വരവിന് മുൻപുണ്ടായിരുന്ന ആ അവസ്ഥയിലേക്ക് ഒരു പക്ഷേ തിരിച്ച് എത്തിയേക്കാം എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ.